ഹലോ മക്കളെ, +1 മോഡൽ എക്സാം ഇതാ വന്നെത്താറായി. വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് നമുക്കിനി മോഡൽ എക്സാമിന് വേണ്ടി ബാക്കിയുള്ളൂ. സൈലം ഇതാ നിങ്ങൾക്ക് വേണ്ടി 10 ഡേ സ്റ്റഡി ചലഞ്ചും ആരംഭിച്ചു കഴിഞ്ഞു. 2 ദിവസം കൊണ്ട് നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞത് 10ഓളം ചാപ്റ്റേഴ്സാണ്. നിങ്ങൾ ആലോചിക്കുക, 2 ദിവസം കൊണ്ട് 10 പാഠങ്ങൾ. ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ 10 ദിവസം കൊണ്ട് നമ്മൾ ഏകദേശം ചേർക്കാൻ വേണ്ടി പോകുന്നത് 50 പാഠങ്ങൾ മേലെയാണ്. +1 മോഡൽ എക്സാമിന് ആവശ്യമുള്ള 50 പാഠങ്ങൾ മേലെ പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് അത്രമേൽ ഈസിയായ കാര്യമല്ല ഈ പറയുന്ന 10 ദിവസം കൊണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് 10 ഡേ സ്റ്റഡി ചലഞ്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് തന്നെ ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മോഡൽ എക്സാമിനും ഫുൾ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ നിമിഷം ചിലപ്പോൾ പാസ് മാർക്ക് ആയിരിക്കാം, ചിലപ്പോൾ ഡബിൾ പാസ് ആയിരിക്കാം, ചിലപ്പോൾ A+ ആയിരിക്കാം. എനിക്ക് നിങ്ങളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഈ നിമിഷം നിങ്ങൾ 10 ഡേ സ്റ്റഡി ചലഞ്ച് ഗംഭീരമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് ഫുൾ മാർക്ക് ലഭിക്കുന്നതാണ്. ഫുൾ മാർക്കാണ് സൈലം നിങ്ങൾക്ക് വേണ്ടി എക്കാലം ഓഫർ ചെയ്യുന്നത്. ഏതൊരു എക്സാമിനും ഏതൊരു വിദ്യാർത്ഥിയും പഠിക്കുമ്പോൾ ആദ്യമായിട്ട് വെയിറ്റേജ് അറിഞ്ഞ് തന്നെ വേണം പഠിക്കാനായിട്ട്. വെയിറ്റേജ് മാത്രമല്ല, ചാപ്റ്റേഴ്സിന് ഡിഫിക്കൽറ്റിയും എല്ലാവരും മനസ്സിലാക്കി തന്നെ വേണം. ഈ പറയുന്ന ചാപ്റ്ററിന്റെ വെയിറ്റേജും ഡിഫിക്കൽറ്റി മനസ്സിലാക്കി വേണം നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിയും സ്റ്റഡി പ്ലാനും എല്ലാം തന്നെ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി. കൃത്യമായിട്ട് ഈ കാണുന്ന വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കേണ്ടത്, ഏത് പാഠമാണ് ആദ്യം പഠിക്കേണ്ടത്, ഏത് പാഠമാണ് അവസാനം പഠിക്കേണ്ടത് എന്ന് മുതലായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് നോക്കാം ഏത് പാഠമാണ് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത്. +1 ക്ലാസ്സിനകത്ത് മാത്സിനകത്ത് പഠിക്കാൻ വേണ്ടി മൊത്തമായിട്ടുള്ള 14 പാഠമാണ്. 14 ചാപ്റ്റേഴ്സ്, 14 എണ്ണം പറഞ്ഞ പാഠങ്ങൾ. ഈ കാണുന്ന പാഠത്തിനകത്ത് ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന 2 പാഠമാണ് വിദ്യാർത്ഥികൾക്ക് എക്കാലവും ഉള്ളത്. ഒന്ന് ട്രിഗണോമെട്രിയും മറ്റൊന്ന് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സും. ട്രിഗണോമെട്രി എല്ലാവർക്കും അറിയാമായിരിക്കും, 6 മാർക്കിനാണ് എക്സാമിന് ഉണ്ടാവുക. അതുപോലെ തന്നെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് 9 മാർക്കിന്. ഏതൊരു വിദ്യാർത്ഥിയും ആദ്യമായിട്ട് പഠിക്കേണ്ട 2 പാഠങ്ങൾ അത് ഇവർ തന്നെയാണ്, ട്രിഗണോമെട്രിയും അതുപോലെ തന്നെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സും. ഇതിന് വ്യക്തമായ ഒരു കാര്യം കൂടിയുണ്ട്, വേറൊന്നുമല്ല. നമ്മൾ ഈ കാണുന്ന ചാപ്റ്റേഴ്സ് അവസാന നിമിഷത്തിൽ വെക്കുകയാണെങ്കിൽ ഉറപ്പ് പറയുന്നു ഒരിക്കലും പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മുടെ ഈ ചാപ്റ്റേഴ്സ് പഠിക്കാതെ ആയിരിക്കും നിങ്ങൾ എക്സാമിന് പ്രവേശിക്കുക. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ എന്താണ് ഈ കാണുന്ന പാഠം പഠിക്കുക വേണം. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ ചാപ്റ്റർ നമ്മൾ ഒരു വട്ടം മാത്രം പഠിച്ചുകൊണ്ട് എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ സാധിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കൃത്യമായിട്ട് റിവിഷൻ ആവശ്യമുള്ള 2 പാഠമാണ് ട്രിഗണോമെട്രിയും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സും. ട്രിഗണോമെട്രിയിൽ നിന്ന് 6 മാർക്കും ലിമിറ്റ്സിൽ നിന്ന് 9 മാർക്കും, മൊത്തം 15 മാർക്കാണ് ഈ കാണുന്ന ചാപ്റ്റേഴ്സ് നമുക്ക് സമ്മാനിക്കുന്നത്. സോ ഏത് വിദ്യാർത്ഥിയും ആദ്യമായിട്ട് പഠിക്കേണ്ട 2 പാഠങ്ങളാണ് ട്രിഗണോമെട്രിയും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സും. 2ാം സെറ്റിൽ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ മറ്റൊന്നുമല്ല പെർമുറ്റേഷനും പ്രോബബിലിറ്റിയും. ഇത് രണ്ടും കൂടി നമുക്ക് ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഒന്നിച്ച് പഠിക്കാൻ സാധിക്കുന്ന 2 പാഠങ്ങളാണ് പെർമുറ്റേഷൻ, പ്രോബബിലിറ്റി. പെർമുറ്റേഷൻ ബോർഡ് എക്സാമിന് 7 മാർക്കിനും അതുപോലെ തന്നെ പ്രോബബിലിറ്റി 7 മാർക്കും. ഈ 2 പാഠം സമ്മാനിക്കുന്നത് 14 മാർക്കായിരിക്കും. വളരെ സുഖമായിട്ട് ഈ 2 ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. സോ എല്ലാവരും സെക്കൻഡ് സെറ്റിൽ ഉൾപ്പെടുത്തുന്ന പാഠങ്ങളാണ് പെർമുറ്റേഷനും പ്രോബബിലിറ്റിയും. ചിലപ്പോൾ സമയം വേണം, കൺഫ്യൂസിംഗ് ആണെന്നറിയാം. എന്നാൽ തന്നെ നമുക്ക് എന്താണ് സമയമെടുത്തുകൊണ്ട് 1-2 പ്രോബ്ലം എക്സ്ട്രാ ചെയ്തുകൊണ്ട് വളരെ സുഖമായിട്ട് ഈ കാണുന്ന 14 മാർക്കും നേടാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. +1 മാത്സിൽ വിദ്യാർത്ഥികൾ ഏറ്റവും അധികം ഡിഫിക്കൽറ്റി പറയുന്ന മറ്റൊരു ഭാഗമാണ് ജോമെട്രി, അതായത് സ്ട്രേറ്റ് ലൈൻസും കോണിക് സെക്ഷൻസും. ചോദ്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും വരാവുന്ന ഭാഗമാണ് സ്ട്രേറ്റ് ലൈൻസ് പറയുന്നത്. എത്ര പ്രോബ്ലം ചെയ്താലും ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പൊതുവെ എക്സാമിന് ഉണ്ടാവുക. അതുകൊണ്ട് ഇവനെ നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം എന്നാലാണ് നമുക്ക് എക്സാമിന് ഏത് ചോദ്യം വന്നാലും വളരെ സുഖമായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ അടുത്ത പ്രിഫറൻസ് പറഞ്ഞാൽ മറ്റൊന്നുമല്ല സ്ട്രേറ്റ് ലൈൻസും കോണിക് സെക്ഷൻസുമാണ്. സ്ട്രേറ്റ് ലൈൻസ് ബോർഡ് എക്സാമിന് 6 മാർക്കിനും കോണിക്ക് 7 മാർക്കിനും, മൊത്തം പറയുകയാണെങ്കിൽ 13 മാർക്കാണ് ഈ 2 ചാപ്റ്റേഴ്സ് നമുക്ക് സമ്മാനിക്കാം. സോ എല്ലാ വിദ്യാർത്ഥികളും നെക്സ്റ്റ് സെറ്റിൽ എന്തായാലും പഠിക്കേണ്ട 2 പാഠങ്ങൾ അത് സ്ട്രേറ്റ് ലൈൻസും കോണിക് സെക്ഷൻസുമാണ്. ജോമെട്രിയാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം. കൃത്യമായിട്ട് നമ്മൾ ലൈവിൽ ഏതൊക്കെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് ആ കാണുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ടും എല്ലാ വിദ്യാർത്ഥികളും ചെയ്തു പഠിക്കണം. കാരണം ഈ കാണുന്ന ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവുക. വീണ്ടും പറയുന്നു, നിർബന്ധമായിട്ടും ലൈവിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. സ്ട്രേറ്റ് ലൈൻസിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്, ഒരു പോയിന്റ് ഉണ്ട്, ഒരു ലൈൻ ഉണ്ട്. ഈ കാണുന്ന പോയിന്റിന്റെ ഇമേജ് എന്താണ്, അല്ലെങ്കിൽ ഈ കാണുന്ന പോയിന്റിന്റെ ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ വിത്ത് റെസ്പെക്ട് ടു ലൈൻ എന്താണ്? ഇത്തരത്തിലുള്ള ഒരുപാട് ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ തന്നെ എക്സാമിന് പണ്ട് ചോദിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഇനി ചോദിക്കാം. സോ ഈ കാണുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കോണിക്കിൽ പറയുകയാണെങ്കിൽ 4 ടൈപ്പ് കോണിക്സ് ഉണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും. സർക്കിൾ ഉണ്ട്, പാരബോളയുണ്ട്, എലിപ്സ് ഉണ്ട്, ഹൈപ്പർബോളയുണ്ട്. ഏത് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം. കറണ്ട് ട്രെൻഡിൽ നമുക്ക് എന്താണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന ഭാഗമാണ് ഹൈപ്പർബോള. നിങ്ങളുടെ സെക്കൻഡ് ടൈം എക്സാം ആയിക്കോട്ടെ, കഴിഞ്ഞ കൊല്ലത്തെ ബോർഡ് എക്സാം ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഹൈപ്പർബോളയുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടി വരുന്നു. എന്നാൽ തന്നെയും ഈ കാണുന്ന ചാപ്റ്ററിൽ ഡിഫിക്കൽട്ടായിട്ട് വരുന്ന ഭാഗം സർക്കിളാണ്. സർക്കിളിലെ 1-2 ചോദ്യങ്ങളുണ്ട്. ആ കാണുന്ന ചോദ്യങ്ങൾ വളരെ ഡിഫിക്കൽട്ട് തന്നെയാണ്. ഏതൊരു വിദ്യാർത്ഥിയും ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടും അനുഭവിക്കാറുണ്ട്. ഈ കാണുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഡിഫിക്കൽട്ട് ആയിക്കോട്ടെ, സിമ്പിൾ ആയിക്കോട്ടെ, എക്സാമിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.
ഒന്ന് മാത്രം പറയാനുള്ളൂ, ഈ 2 ചാപ്റ്റേഴ്സ് സിമ്പിളാക്കുന്നതിന് വേണ്ടി വേറെ ഒന്നും വേണ്ട, സൈലത്തിൻ്റെ ലൈവ് ക്ലാസ് മാത്രം മതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 2 സിമ്പിൾ പാഠങ്ങൾ, ഒന്ന് സെറ്റ്സും മറ്റൊന്ന് റിലേഷൻ ആൻഡ് ഫങ്ഷൻസും. ഈ കാണുന്ന ചാപ്റ്റർ വേണം നിങ്ങൾ അടുത്ത് പഠിക്കാനായിട്ട്. സെറ്റ്സ് പറയുമ്പോൾ ഏതൊരു വിദ്യാർത്ഥിയും ഒന്നും പഠിക്കാത്തവർ ഞാൻ പറയുന്നു ആദ്യമായിട്ട് നോക്കേണ്ട പാഠം സെറ്റ്സ് തന്നെയാണ്. കാരണം നമുക്ക് നല്ല കോൺഫിഡൻസ് ലഭിക്കുന്ന ചാപ്റ്ററാണ് സെറ്റ്സ് പറയുന്നത്. സെറ്റ്സ് മാത്രമല്ല, കൂടെ തന്നെ റിലേഷൻ ആൻഡ് ഫങ്ഷൻസും ഉണ്ട്. ഫങ്ഷൻസിൽ ചില കുട്ടികൾക്ക് ഗ്രാഫിൻ്റെ ഭാഗം ഒരൽപ്പം ബുദ്ധിമുട്ടുണ്ടാകാം. ആ കാണുന്ന ഗ്രാഫുകൾ കൃത്യമായിട്ട് ഒരു തവണ വരച്ച് പഠിക്കുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് നമുക്ക് ഗ്രാഫും ഈസിയായി മാറും. എല്ലാ ഗ്രാഫും നമ്മൾ കൃത്യമായിട്ട് സൈലത്തിൻ്റെ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരിക്കും. സോ ഇത്ര മാത്രമാണ് നമുക്ക് ഈ 2 പാഠങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. മൊത്തം 14 മാർക്കാണ് ഈ 2 ചാപ്റ്റേഴ്സ് നൽകുന്നത്. സെറ്റ്സ് 7 റിലേഷൻ ഫങ്ഷൻ 7, മൊത്തം 14 മാർക്ക്. അടുത്ത സെറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട 2 ചാപ്റ്റേഴ്സാണ് സീക്വൻസ് ആൻഡ് സീരീസും ബൈനോമിയൽ തിയറും. 2 ചാപ്റ്റേഴ്സ് നമുക്ക് 4 മാർക്ക് വെച്ചാണ് നൽകുക. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ കോംപ്ലക്സ് നമ്പേഴ്സും പഠിക്കണം. കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ബൈനോമിയൽ തിയറവും. ബൈനോമിയൽ തിയറത്തിനകത്ത് കേവലം ഒരു ഫോർമുല മാത്രം മതി ആ ചാപ്റ്ററിലെ 4 മാർക്കും നേടുന്നതിന് വേണ്ടി. വളരെ സുഖമായിട്ട് ആ കാണുന്ന ഫോർമുല പഠിക്കൂ, ബൈനോമിയൽ തിയറത്തിലെ 4 മാർക്ക് നേടും. കൃത്യമായിട്ട് നമ്മൾ 10 ഡേ സ്റ്റഡി ചലഞ്ചിൽ ഈ കാണുന്ന എല്ലാ ചാപ്റ്റേഴ്സും അത് ഗംഭീരമായി ഡീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഏത് ചോദ്യമാണ് ചെയ്യുന്നത് ആ കാണുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കൂ. ബോർഡ് എക്സാമിന് ഈ ചാപ്റ്റേഴ്സിന് 4 മാർക്ക് വെച്ച് വരുന്ന മൊത്തം 12 മാർക്ക് വളരെ ഈസി ആയിട്ട് നേടും. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും, ഇതിനേക്കാളും വെയിറ്റേജ് കൂടിയ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല ആദ്യം പഠിക്കേണ്ടത്. മനസ്സിലാക്കൂ, സ്റ്റാറ്റിൽ നമ്മൾ കേവലം ഒരു ഫോർമുല മാത്രം പഠിച്ചാൽ മതി. ആ കാണുന്ന ഫോർമുല ഉണ്ടെങ്കിൽ 6 മാർക്കും ലഭിക്കും. ഏതാണ് ആ കാണുന്ന ഫോർമുല? മറ്റൊന്നുമല്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എക്സാമിന് ഒരു 6 മാർക്ക് ചോദ്യം ഉണ്ടാകും. ആ കാണുന്ന 6 മാർക്ക് ചോദ്യം മറ്റൊന്നുമല്ല മക്കളെ, ഫൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ഡാറ്റ. ഒരു ഡാറ്റ തരും. ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏത് ക്വസ്റ്റ്യൻ ആണോ ആ കാണുന്ന ക്വസ്റ്റ്യൻ വാല്യൂ പോലും മാറാതാണ് പൊതുവെ എക്സാമിന് ഉണ്ടാകാറ്. കൃത്യമായിട്ട് നിങ്ങൾ ആ കാണുന്ന ചോദ്യം ചെയ്ത് പഠിക്കൂ. വളരെ സുഖമായിട്ട് സ്റ്റാറ്റിയിൽ 6 മാർക്ക് നേടും. ഒരു കുട്ടി ഒരു പാഠം പഠിച്ചില്ലെങ്കിലും ഞാൻ നിർബന്ധമായിട്ടും പറയും അവൻ പഠിക്കേണ്ട പാഠങ്ങൾ സ്റ്റാറ്റിയാണെന്ന്. കാരണം ഒരു ഫോർമുല കൊണ്ട് 6 മാർക്ക് നേടാം. പിന്നെ ഞാൻ പറയും സെറ്റ്സ്. വേറെ ഒന്നും കൊണ്ടല്ല, വളരെ ചുരുങ്ങിയ കൺസെപ്റ്റ് മാത്രമാണ് നമുക്ക് സെറ്റ് പഠിക്കാനുള്ളൂ. 7 മാർക്ക് നമുക്ക് അവിടെ നിന്നും ലഭിക്കും. ഇങ്ങനെയാണ് ഏതൊരു വിദ്യാർത്ഥിയും സ്ട്രാറ്റജിയും അവൻ്റെ സ്റ്റഡി പ്ലാനും തയ്യാറാക്കേണ്ടത്. ഇപ്പോഴും കുറച്ച് പാഠങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഇന്നിക്വാലിറ്റിയും അതുപോലെ തന്നെ 3Dയും. അവസാന നിമിഷം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഈ 2 പാഠങ്ങളും. വളരെ സുഖമായിട്ട് ഇന്നിക്വാലിറ്റിയിലെ 3 മാർക്കും 3Dയിലെ 3 മാർക്കും നേടാൻ വേണ്ടി സാധിക്കും. നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ 20 മിനിറ്റ്സിൻ്റെ ഓരോ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 20 മിനിറ്റ്സിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ എന്നുള്ള മുഴുവനായിട്ടുള്ള 3 മാർക്കും ലഭിക്കുന്നതായിരിക്കും. വളരെ സുഖമായിട്ട് 6 മാർക്കും നേടാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു ½ an hour മാത്രം. ഇതാണ് മക്കളെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ്. കൃത്യമായിട്ട് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് പരിശോധിച്ച് കഴിഞ്ഞു. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു. എല്ലാവരും നിർബന്ധമായിട്ടും ഈ കാണുന്ന ഓർഡറിൽ ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചു തീർക്കാം. വളരെ സുഖമായിട്ട് മോഡൽ എക്സാമിന് മുഴുവൻ മാർക്ക് നേടും. ഒരു കാര്യം എനിക്ക് പറയാനുണ്ടെങ്കിൽ എടുത്തപ്പോഴും, ഇൻ കേസ് എല്ലാ പാഠം പഠിച്ചു കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും പഠിക്കുന്ന പാഠം വൃത്തിയിൽ അതിഗംഭീരമായി പഠിക്കും. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് ബോർഡ് എക്സാം തന്നെയാണ്. ബോർഡ് എക്സാമിന് ഫുൾ മാർക്കാണ് നമ്മുടെ എക്കാലത്തെയും ലക്ഷ്യമെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് പഠിക്കുന്ന പാഠം എല്ലാവരും വൃത്തിയിൽ പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ ഓർഡർ തന്നെ എല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ സീ യു ഓൾ. സൈനിങ് ഓഫ് അഫ്നാസ് AK. നമുക്ക് ഒന്നിച്ച് പഠിക്കാം. +1 ക്ലാസ്സിൽ ഫുൾ മാർക്കിലേക്ക് ഒന്നിച്ച് നടന്നീങ്ങാം. ബൈ.